നമസ്കാരം. വളരെ സന്തോഷം തോന്നുന്നുണ്ട് പങ്കെടുക്കാൻ കഴിഞ്ഞത്. ചില സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം എനിക്ക് ഈ തെരഞ്ഞെടുപ്പ് മത്സരത്തിൽ പങ്കെടുക്കാൻ കഴിയാതെ പിൻവാങ്ങേണ്ടി വന്നൊരു വ്യക്തിയാണ്. എന്നാലും ഏറെ സന്തോഷത്തോടുകൂടി തന്നെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. UDFന്റെ ഒരു പ്രതിനിധിയായി തന്നെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. കുറച്ച് ദിവസങ്ങളാണെങ്കിലും ഈ ഒരു പ്രചരണമായിട്ട് എൻ്റെ കല്ലായി വാർഡിൽ എനിക്ക് പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ പ്രവർത്തനത്തിലൂടെ ഞാനെൻ്റെ ജീവിതത്തിൽ കാണാത്ത കുറേ മുഖങ്ങൾ എനിക്ക് കാണേണ്ടി വന്നിട്ടുണ്ട്. ദാരിദ്ര്യത്തിന്റെ വളരെ ദയനീയമായ കുറെ മുഖങ്ങൾ ഈ നഗരത്തിന്റെ ഹൃദയഭാഗത്ത് തന്നെ എനിക്ക് ദർശിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ തന്നെ മൊത്തം കേരളത്തിന്റെ അവസ്ഥ എന്തായാലും എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ കോഴിക്കോട് നഗരം എന്ന് പറയുന്ന കലാസാംസ്കാരിക രംഗത്തുള്ള കലാസാംസ്കാരിക നേരെ മുന്നിൽ നിൽക്കുന്ന ഒരു നഗരമാണ്. ഇവിടെ നിന്നാണ്, ഈ മണ്ണിൽ നിന്നാണ് എന്റെ കലാപ്രവർത്തനങ്ങൾക്ക് തുടക്കമുള്ളത്. സിനിമയായാലും നാടകമായാലും അത്തരം കലാരംഗങ്ങൾക്കേറെ മുന്നിൽ നിൽക്കുന്ന കോഴിക്കോട് ഇവിടെ ഒരു നാടക കലാകാരൻ നാടകം അവതരിപ്പിക്കാനുള്ള ഒരു അരങ്ങ് പോലും ഇല്ലാത്ത ഒരു നഗരമാണ് കോഴിക്കോട്. എന്നെ സംബന്ധിച്ചിടത്തോളം കൊച്ചിയെക്കാളും തിരുവനന്തപുരത്തെക്കാളും എത്ര മുന്നിൽ നിൽക്കുന്ന വികസനത്തിന്റെ കാര്യത്തിൽ നിൽക്കേണ്ട ഒരു നഗരമാണ് കോഴിക്കോട്. കച്ചവട പാരമ്പര്യത്തിൽ ലോക ഭൂപടം എടുത്തു നോക്കിയാൽ അത്രയും പാരമ്പര്യം, കച്ചവട പാരമ്പര്യമുള്ള, വാണിജ്യ പ്രാധാന്യമുള്ള ഒരു നഗരമാണ്. ആ നഗരം എന്ന് തുടങ്ങിയോ അതിൽ നിർത്തിയാണ് പോയത്. ഒരു വികസനമില്ലാത്ത, എല്ലാ രീതിയിലും വികസനത്തിന്റെ ഒരു പടവുകൾ കയറാതെ അറബിക്കടലിലേക്ക് നോക്കി ദുഃഖിച്ചു നിൽക്കുന്ന ഒരു കോഴിക്കോട് നഗരത്തെ എനിക്ക് കാണാൻ കഴിയും. ആ ദുഃഖം ഈ തവണയെങ്കിലും മാറ്റണം. അന്ധമായി ആരുടെയും മുഖം നോക്കി അന്ധമായി വോട്ട് കൊടുക്കുന്ന രീതി മാറ്റേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു. വികസനമാണ് നമ്മുടെ ലക്ഷ്യം, ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ് നമ്മുടെ ലക്ഷ്യം, ജനങ്ങളുടെ ഉന്നമനമാണ് നമ്മുടെ ലക്ഷ്യം. അതിലൊക്കെ നമ്മളും ഭാഗമാക്കാൻ ഒരു രീതി അല്ലെങ്കിൽ മറ്റൊരു രീതി. ഞങ്ങളുടെ പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് എല്ലാം എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായി നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ പറയാതെ തന്നെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം ഓരോ ദിവസവും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഈ തവണ നിങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മൾക്ക് ഈ കോർപ്പറേറ്റ് പിടിച്ചെടുക്കാൻ കഴിയില്ലെങ്കിൽ പിന്നെ നമ്മൾ ചിന്തിക്കേണ്ട. അതുകൊണ്ട് എല്ലാ രീതിയിലും നമുക്ക് അനുകൂലമായ ഒരു കാലാവസ്ഥയാണ്. അതുകൊണ്ട് ഹൃദയത്തോട് ചേർത്ത് വെച്ച്, ഈ നഗരത്തെ ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് തന്നെ ഈ നഗരത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി, ഈ നഗരത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി നമ്മുടെ മനസ്സും ശരീരവും ഇതിനു വേണ്ടി സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ വിലയേറിയ ഓരോ വോട്ടും ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി ചെയ്തുകൊണ്ട് നമ്മുടെ എല്ലാ സാധ്യതകളെയും, എല്ലാ മത്സരാർത്ഥികളെയും ബഹുഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്ന് ഞാൻ പറഞ്ഞുകൊണ്ട്, ആഗ്രഹിച്ചുകൊണ്ട് നിർത്തട്ടെ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.